660, അതും നമുക്ക് വെറും 70,000 കിലോമീറ്റർ. 3000 രൂപ റേഞ്ചിലൊക്കെ EMI നമുക്ക് ചെയ്തു കൊടുക്കാം. അതൊരു ബൈക്കൊക്കെ ഇറക്കുന്ന ഇന്ന് ഒരു ബുള്ളറ്റിന് കൊടുക്കണമെങ്കിൽ 6 റുപ്യ വേണം. ആ സമയത്ത് അതിൻ്റെ നേർപകുതി EMI ഒക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി കാറുകൾ നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. 25,000-30,000 രൂപ ഉണ്ടെങ്കിൽ മോഡൽ കൂടി വണ്ടികളുണ്ട്. 30 രൂപ 85 രൂപ മുതൽ 2009 മോഡൽ വണ്ടി 85,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കണം. 85,000 രൂപ മുതലാണ് നമുക്ക് തവണ ഓൾട്ടോകള് ഒരു പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട്. ഫുള്ള് പേപ്പർ എടുത്തിട്ടോ, റിന്യൂവലും കാര്യങ്ങളെല്ലാം 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള വണ്ടി. അപ്പോൾ ഡീസൽ വണ്ടി നോക്കി നടക്കുന്നവർക്ക് നമുക്ക് ഒത്തിരി നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, കാർ എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടോ? ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഗംഭീരമായൊരു മേളയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. കാരണം നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി തന്നെയാണ്. 100-ൽ പരം കാറുകൾ, അതിൽ 30ഓളം വാഹനങ്ങൾ നമുക്ക് ഡീസൽ വേരിയൻറ്റുകളുണ്ട്. കൂടാതെ ഏകദേശം 20ഓളം കാറുകൾ നമുക്ക് ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. സോ നമുക്ക് 5 വർഷം വരെ വാറണ്ടി, 90% വരെ ലോൺ സൗകര്യം. അപ്പോൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവിൽ ക്വാളിറ്റിയും വാറണ്ടിയുള്ള യൂസ്ഡ് കാറിൽ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിലുള്ള ഒരു കിടിലം മേളയാണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. AM ട്രുവാലിയോ ഒരുക്കിയിട്ടുള്ള ഒരു ഗംഭീരമായ മാരുതിയുടെ ഒരു ഗംഭീരമായ അടിപൊളി മേളയാണ്. 3 ദിവസമാണ് ഈ ഒരു മേള നമുക്കിവിടെ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഷബീറാണ് കൂടുതൽ. ഷബീർ, നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ? ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ബഡ്ജറ്റിന്റെ ഗ്രൗണ്ടാണ് നമുക്ക് വരുന്നത്. നടക്കുന്നത് 18, 19, 20 ദിവസങ്ങളിലാണ് നമുക്ക് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗംഭീരമായ കളക്ഷൻസിൻ്റെ എല്ലാ സെഗ്മെൻറ്റുള്ള വാഹനങ്ങളും ഉണ്ട് അല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് 800-ന് മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബൈക്കിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് EMI ഏകദേശം ഒരു നമുക്ക് എത്ര രൂപയൊക്കെ 3000 രൂപ റേഞ്ചിലൊക്കെ EMI നമുക്ക് ചെയ്തു കൊടുക്കാം. അതൊരു ബൈക്കൊക്കെ ഇറക്കുന്ന ഇന്ന് ഒരു ബുള്ളറ്റിന് കൊടുക്കണമെങ്കിൽ 6 റുപ്യ വേണം. ആ സമയത്ത് അതിൻ്റെ നേർപകുതി EMI ഒക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി കാറുകൾ നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിലും പല കളേഴ്സും പല മോഡലിലും പല പ്രൈസ് റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്. ഓൾട്ടോയുടെ ഫസ്റ്റ് ജനറേഷനൊക്കെ നോക്കി നടക്കുന്നവർക്ക് നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കാറ്. ഇതിലൊരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ഓൾട്ടോക്ക് എത്ര രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓൾട്ടോ നമുക്കൊരു 85 രൂപ മുതൽ 2009 മോഡൽ വണ്ടി 85,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കണം. 85,000 രൂപ മുതലാണ് നമുക്ക് തവണ ഓൾട്ടോകൾ ഒരു പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട്. ഫുള്ള് പേപ്പർ എടുത്തിട്ടോ, റിന്യൂവലും കാര്യങ്ങളെല്ലാം 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള വണ്ടി. ഓൾട്ടോക്ക് നോക്കണേ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, അത് 2 ലൈൻ ഏകദേശം ഒരു 10-20 ഓൾട്ടോ തന്നെ ഉണ്ട് നമുക്ക് അല്ലേ? അപ്പോൾ ഒരു 85,000 രൂപ മുതലാണ് നമുക്ക് ഓൾട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് സ്വിഫ്റ്റ് ലവേഴ്സിന് വേണ്ടിയിട്ട് ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്. അതിലും പല കളർ ഓപ്ഷൻസ് ഉണ്ട്. സ്വിഫ്റ്റൊക്കെ നമുക്കൊരു പ്രൈസ് എങ്ങനെയായിരുന്നു വരുന്നത്? നമുക്ക് 2020 50,000 കിലോമീറ്റർ വേണ്ടി. അപ്പോൾ സ്വിഫ്റ്റുകൾ നോക്കണത് നമുക്ക് 2 വരെയായിട്ട് ഏകദേശം 10-20ഓളം വാഹനങ്ങളുണ്ട് അല്ലേ സ്വിഫ്റ്റിൽ. ഡീസലുണ്ട്, പെട്രോൾ ഉണ്ട്, അതേപോലെ ഓട്ടോമാറ്റിക് സെഗ്മെന്റുകളുണ്ട്. അതാണ് ഒരു കിഡ്ലം വണ്ടി, അതും ബ്ലഡ് റെഡിൽ വരുന്ന ഒരു അടിപൊളി സ്വിഫ്റ്റ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങൾ? 20 മോഡലാണ്. 20 മോഡല് 50,000 കിലോമീറ്റർ 495 കൊടുക്കാം. 495 ബെസ്റ്റ് ഓഫർ പ്രൈസ് ആണ്. ഒരു 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള, അതും 2020 മോഡൽ വണ്ടി അല്ലേ? 495 ഏകദേശം ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാമല്ലോ. യെസ്. അപ്പോൾ അതാണ് നമുക്ക് സ്വിഫ്റ്റുകളൊക്കെ നോക്കി എടുക്കുന്നവർക്ക് 1, 2 അല്ല ഒത്തിരി നല്ല കളക്ഷൻസുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയൊക്കെ എങ്ങനെയാണ് നമുക്ക് റേഞ്ച് വരുന്നത്? 2015 ഡീസലാണ്. ഏകദേശം ഒരു 4 രൂപ റേഞ്ചിന്റെ ഉള്ളിൽ നമുക്ക്. അത് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ് അല്ലേ? ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. അപ്പോൾ ഡീസൽ വണ്ടി നോക്കി നടക്കുന്നവർക്ക് നമുക്ക് ഒത്തിരി നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പല കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ബലേന നോക്കി നടക്കുന്നവർക്ക് ഇതാണ്. ബലേന അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. റെഡ് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ജെൻ്റെ ഇപ്പോൾ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ന്യൂ ഫേസ് വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ വാറണ്ടി നമുക്ക് തരുന്നുണ്ട്. 3 വർഷത്തെ വാറണ്ടിയും സർവീസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റേറ്റ് ഒരു 7 lakhന്റെ റേഞ്ചിലാണ് വരുന്നത്. സീറ്റ വരുന്നുണ്ട് കേട്ടോ. ഫുൾ വാറണ്ടിയിൽ നമുക്ക് കൊടുക്കാം. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്കൊരു 360 ക്യാമ്, അതേപോലെ തന്നെ പിന്നെ ഹെഡ് ഡിസ്പ്ലേ, ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഫുൾ അല്ലേ കമ്പനി ഫിറ്റിങ്സ് തന്നെ വരുന്നൊരു വണ്ടിയാണ്. നമ്മൾ പ്രൈസ് പറഞ്ഞത് ഇതിൽ നമുക്ക് 25 വരെ 7 lakh വരെ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? ഏകദേശം മാക്സിമം ലോണും ചെയ്യാം. അതിൽ ഇനി ചെറിയ മാറ്റങ്ങൾ ഇവന്റ് ആയതുകൊണ്ട് നമുക്ക് ഡിസ്കൗണ്ട് അഡീഷണൽ കൊടുക്കാൻ പറ്റും അല്ലേ? യെസ്. പിന്നെ നമുക്ക് ഈ ഒരു ഇവന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു വാഹനം പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫുൾ ടാങ്ക് ഫ്യൂവൽ ഇല്ല എങ്കിൽ നമുക്ക് 5,000 രൂപയുടെ ആക്സറി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് SUV അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ മാരുതി അല്ലാത്ത അതർ ബ്രാൻഡ്സ് നോക്കുന്നവർക്ക് ഇതാണ് 3rd ജനറേഷൻ ക്രെറ്റ. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്? 2021 മോഡലാണ്. 21 മോഡൽ XX സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന മോഡൽ. അതായത് പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന വണ്ടിയാണ്. അതും കിലോമീറ്റർ ഓടിക്കും. പെട്രോൾ വേരിയന്റ് നമുക്ക് വരുന്നത്. ഓക്കെ, 20,000
കിലോമീറ്റർ ഉള്ളിൽ നമുക്ക് ആകെ വണ്ടി തന്നെ ആകെ 20,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ട് തേർഡ് ജനറേഷൻ വരെ. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് ആസ്കിങ് വരുന്നത് നമുക്ക് ഈ ഇവന്റിൽ നമുക്ക് മാക്സിമം കിട്ടും. ഇതൊരു ജസ്റ്റ് ആസ്കിംഗ് പ്രൈസ് ആണ്. വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാൻ നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കുകയും ചെയ്യും. അത് നമുക്ക് ഏറ്റവും പിന്നെ XX ഓപ്ഷനിൽ പനോരമയൊക്കെ വരുന്ന വണ്ടി വെറും 22,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി 11.25 മാക്സിമം ട്രാക്കിന് വാറണ്ടി കൊടുക്കും കേട്ടോ. ഇതിനൊരു വർഷം വാറണ്ടി ഉണ്ട് അല്ലേ? മാക്സിമം ലോണും ചെയ്യാൻ പറ്റൂല. യെസ്, അടുത്താണ് ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം നമുക്ക് ക്രെറ്റയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഏറ്റവും നമുക്ക് ഈ ഒരു ജനറേഷനേക്കാൾ കൂടുതൽ സ്റ്റെബിലിറ്റിയും ബോഡി വെയിറ്റും ഒക്കെ വരുന്നൊരു വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 SX ആണ്. 10,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓക്കെ, നമുക്ക് 660 റൈറ്റ് വരാം. ഒരു കൊല്ലത്തെ വാറണ്ടി ഉണ്ട്. 660 അല്ലേ? ഡീസൽ വണ്ടിയാണത്. 660, അതും നമുക്ക് വെറും 70,000 കിലോമീറ്റർ. യെസ്, നമ്മൾ ചോദിക്കുന്ന ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ഇതിന്? ലോണൊക്കെ ഒരു 50,000 ഡൗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. യെസ്, 50,000 രൂപ ഡൗൺ പേയ്മെന്റ്, 70,000 കിലോമീറ്റർ, അതും പ്രൈസ് പറഞ്ഞാൽ 6,60,000 രൂപ. 660 കേട്ടോ. ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഡിസ്കൗണ്ട് കാര്യം വരുന്നുണ്ട്. യെസ്, ഇത് ഫൈനൽ റേറ്റ് അല്ല അല്ലേ? യെസ്, അടുത്തതാണ് വീണ്ടും നമുക്കൊരു കിട്ടണം ബ്രസ് വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു? 22 മോഡൽ ബ്രസ് ആണ്. അതും 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ, പക്ക ലോക്കൽ. 4 വർഷം വാറണ്ടി ഉള്ള വണ്ടിയാണ്. 4 വർഷം വരെ വാറണ്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു വാഹനം എടുക്കുന്ന അതേ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് വണ്ടി എടുക്കാന്നുള്ളതാണ്. ഇത് കിലോമീറ്റർ പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? 16,000 ഓടിക്കും. വെറും 16,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. അതും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 4 വർഷം വരെ വാറണ്ടി കിട്ടുന്ന വണ്ടിയില്ല. യെസ്, എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 9,10,000 കൊടുക്കാൻ പറ്റും. മാക്സിമം നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാൻ പറ്റും. അതും ഏറ്റവും മാക്സിമം നമുക്കൊരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യില്ല, വണ്ടി ഇറക്കാനും പറ്റൂല. യെസ്, അതാണ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ജനറേഷൻ ബ്രസ്. അത് ഡീസൽ വണ്ടിയാണ്. സോ നമുക്ക് ഡെയിലി യൂസിന് മൈലേജ് കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു വണ്ടിയാണ്. അത് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പെരിന്തൽമണ്ണ രജിസ്ട്രേഷനാണ് വരുന്നത്. ഏകദേശം ഒരു 18-20 തന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. LCD സ്ക്രീന് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു വാഹനം അല്ല. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 മോഡലാണ്. ഓക്കെ, യെസ്, 590 അല്ലേ? ബെസ്റ്റ് ഓഫർ പ്രൈസ് ആണ്. നമുക്ക് ഇന്നത്തെ ഒരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഡീസൽ ബസ് കൊണ്ടുപോകാം. മാക്സിമം ഒരു 10-20 രൂപയ്ക്ക് വേണ്ടി ഇറക്കും ചെയ്യാം. യെസ്, അതിൻ്റെ മറ്റു മോഡൽസുകളുണ്ട്. 635 ഓഫർ റേറ്റിൽ കൊടുക്കാൻ ഉണ്ടാകാൻ പറ്റുന്ന വണ്ടിയില്ല. യെസ്, ഇത് നമുക്ക് വാഗ്നർ, സ്റ്റിംഗ്ര, വാഗ്നറുകളുടെ ഒത്തിരി മോഡൽസുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ന്യൂ ജനറേഷനൊക്കെ ഒത്തിരി മോഡലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റുകൾ വരുന്നുണ്ട്, മാനുവൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൂടുതൽ ഇറങ്ങിയത് ഈ ഒരു ജനറേഷനായിരുന്നു അല്ലേ? അപ്പോൾ കൂടുതൽ ഇപ്പോഴും എൻക്വയറി വരുന്നൊരു മോഡലാണ്. ഇതൊക്കെ നമുക്കൊരു സ്റ്റാർട്ടിംഗ് റേഞ്ച് വാഗ്നറൊക്കെ എങ്ങനെ? 2019 വാഗ്നർ BX 1.2 ആ ബ്ലൂ കളർ ഏകദേശം 4,10 4,10. അതായത് ഏറ്റവും ലാസ്റ്റ് ജനറേഷനാണ്. അത് നമുക്ക് ഇതിന് വരുന്നത് 4,10 നല്ലൊരു ഓഫർ റേറ്റിനാണ് ഈ ഒരു വണ്ടി കൊടുക്കുന്നത്. അവിടെ നമുക്ക് പെരുന്തൽമണ്ണ രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. 53 തന്നെയാണ് വരുന്നത്. ആക്സിഡൻറ്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് അതിലൊക്കെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയില്ല. 490 അല്ലേ? യെസ്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ തന്നെ ഒത്തിരി പല ജനറേഷനുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഈ വരുന്ന ഈ ഒരു ജനറേഷനാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത് അല്ലേ? അത്യാവശ്യം മൈലേജും കിട്ടും, അത്യാവശ്യം ഫീച്ചേഴ്സുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ പല കളർ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകണമെങ്കിൽ സെലേറിയ ഇഷ്ടപ്പെടുന്നവർക്ക് സെലേറിയ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എക്സ്പ്രസ്സോ വരുന്നുണ്ട്. എക്സ്പ്രസ്സോ ഒക്കെ ഇപ്പം ഷോറൂമിൽ കിട്ടാനില്ല സംഗതി. കാരണം നമുക്ക് ഈ ഒരു പിന്നെ സമയത്ത് ഏറ്റവും കൂടുതൽ ഓഫറൊക്കെ വന്നൊരു വണ്ടിയാണ്. അപ്പോൾ മാക്സിമം നമുക്കൊരു ബൈക്കിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസും മൈലേജും കംഫർട്ടൊക്കെ കിട്ടുന്നൊരു വാഹനമാണ്. ഒരു 18 രൂപയ്ക്ക് മൈലേജും കിട്ടില്ല ഈ ഒരു വാഹനം. യെസ്, എത്ര നമുക്ക് ഈ ഒരു വാഹനത്തിന് എത്ര ചോദിക്കുന്നത്? 2021 വണ്ടി നമുക്ക് 3,50,000 രൂപ കൊടുക്കാം. 3,50,000 ഒരു ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാം. മാക്സിമം ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാലോ. 25,000-30,000 രൂപ ഉണ്ടെങ്കിൽ മോഡൽ കൂടി വണ്ടികളുണ്ട്. 30 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊടുക്കാം. നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ന്യൂ ജനറേഷൻ ഓൾട്ടോ കേട്ടറിന്, അതേപോലെ തന്നെ i20 ഇപ്പോൾ അങ്ങനെ ഒത്തിരി കളക്ഷൻസുകളുണ്ട്. റിഡ്സ് നമുക്ക് ഇത് എങ്ങനെയായിരുന്നു മോഡലൊക്കെ വരുന്നത്? ഡീസൽ വണ്ടിയാണ് അല്ലേ? 2009 മോഡലായിരുന്നു. 9 ഉണ്ട്, 2013 ഉണ്ട്. 13 നമുക്ക് 2,55 കൊടുക്കാം. 2,55 ഡീസൽ വണ്ടിയാണ് കേട്ടോ. അതേപോലെ ന്യൂ ഫേസ് കാര്യങ്ങൾ വരുന്ന വണ്ടിയുണ്ട്. അതേപോലെ സെലേറിയയിൽ തന്നെ നല്ല മൈലേജ് കിട്ടുന്ന ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്ന വണ്ടിയുണ്ട്. ഓൾട്ടോ കേട്ടറുകൾ, അതേപോലെ മാരുതി 800 മുതൽ നമുക്കിവിടെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് വരുന്നത് ഈ 18, 19, 20 3 ദിവസമായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു മേളയുടെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 90% വരെ ലോൺ സൗകര്യം, ക്വാളിറ്റിയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ
നമുക്കൊരു ബൈക്കിൻ്റെ EMI 3000-4000 രൂപയ്ക്ക് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് 5 വർഷം വരെ വാറണ്ടി കാര്യങ്ങളെല്ലാം നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ പർച്ചേസിന് നമ്മൾ ഫുൾ ടാങ്ക് ഫ്യൂൽ ഇല്ല എങ്കിൽ ഏകദേശം 5000 രൂപയുടെ ആക്സറി കൺഫേം ആയിട്ട് നമുക്ക് ഈ ഒരു മേളയുടെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട്. മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആസ്കിംഗ് പ്രൈസ് ആണ്. സോ നമുക്ക് മാക്സിമം ഓഫർ റേറ്റുകൾ തവണ മാക്സിമം കുറച്ചിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് പ്രൈസ് പറയാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റിലുള്ള റേറ്റ് മാത്രമാണ്. പക്ഷേ ഈ ഒരു മേളയ്ക്ക് വേണ്ടിയിട്ട് പ്രൈസ് മാറ്റിയിട്ടുണ്ട്, മാക്സിമം കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നേരെ ഇവിടെ വരിക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പോർട്ട് ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാമല്ലോ, ഫിനാൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വരിക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മാക്സിമം പ്രൈസ് ഡിസ്കൗണ്ടിലും നല്ല ക്വാളിറ്റിയിൽ ഏകദേശം നല്ല ലക്ഷങ്ങൾ നമുക്ക് സേവ് ചെയ്യാനും പറ്റും. ചെറിയ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ട്രാക്ക് ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകും ചെയ്യാം. അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട, മലപ്പുറം നമ്മൾ ബഡ്ജറ്റിൻ്റെ ഗ്രൗണ്ടിലാണ്. ബഡ്ജറ്റ് തൊട്ട് ചാരി തന്നെ നമ്മൾ ഈ ബൈപ്പാസ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു മേളയുടെ ഗ്രൗണ്ട് നടക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങളോട് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് ഷബീർ സൈനിങ് ഓഫ്.